എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ടയിലെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൻ്റെ അവസാനത്തേതും അതുപോലെ രണ്ടാമത്തേതുമായിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇനിയൊരു തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 20 വൈകുന്നേരം 5 മണി വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 20 വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് HSK വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചത് ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ പറ്റുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും മുൻ അലോട്ട്മെൻറ്റുകളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്നുമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ മുൻപ് ടെമ്പററി അഡ്മിഷൻ എടുത്തിരുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നാൽ കൂടിയും അല്ലെങ്കിൽ നിലവിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും ഈ ഒരു ജൂൺ 20 വൈകുന്നേരം 4 മണിക്ക്, അതായത് 5 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ജൂൺ 21 മുതൽ നൽകാൻ അവസരം ലഭിക്കുന്നതാണ്. ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിക്കും, അതായത് അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷൻ നൽകുന്നതിനും ഇതുവരെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് വല്ല കായിക നേട്ടങ്ങൾ സ്പോർട്സിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അത് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനും ഈ ഒരു ഘട്ടത്തിൽ സാധിക്കും. അപ്പോൾ ജൂൺ 21 സപ്ലിമെൻ്ററി ഘട്ടം, അതായത് ഈ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും, അതായത് ഫസ്റ്റിലായാലോ അല്ലെങ്കിൽ സെക്കൻഡിലായാലോ നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് ഉള്ളത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ഒരു ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ അതായത് ടെമ്പററി അഡ്മിഷൻ എന്നുള്ള അലോട്ട്മെൻറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 20 വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുള്ളൂ. നിലവിൽ ഈ ഒരു മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും VHSCയിലും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എവിടെ അഡ്മിഷൻ എടുക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എവിടെയാണോ പോകാൻ താല്പര്യം അവിടെ അഡ്മിഷൻ എടുക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 3 സ്ഥലങ്ങളും, അതായത് മെറിറ്റ് കോട്ടയിലും VHSCയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അഡ്മിഷൻ നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോഴ്സും സ്കൂളും ഉള്ളത് എവിടെയാണോ അവിടെ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം മാത്രം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ മുമ്പ് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ഈ ഒരു ജൂൺ 20 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.